സമസ്ത മുസ്ലിം ലീഗ് ബന്ധം കൂടുതൽ വഷളാകുന്നു. മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തതോടെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സമസ്ത ലീഗ് തർക്കം മറനീക്കി പുറത്തു വരുന്നുവെന്ന വാർത്ത. എന്നാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ളവരെ ഇകഴ്ത്തി സംസാരിച്ചതുകൊണ്ടാണ് നടപടിയെന്നാണ് സമസ്ത വ്യക്തമാക്കുന്നത്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സമസ്തയിലെ പ്രശ്നങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്തഫിൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തത് അത് കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം സമസ്ത അധ്യക്ഷനും ജനറൽ സെക്രട്ടറിക്കും പ്രത്യേകിച്ച് ജഫ്രി തങ്ങളെ പരസ്യമായി വിമർശിക്കുകയും ഒരു ലീഗ് അനുകൂലമായ സമസ്ത നിലപാടെടുക്കുകയും ചെയ്തു. അതായത് ലീഗ് അനുകൂലികളാണ് കൂടുതലും സമസ്തയിലുള്ളത്. പക്ഷേ എന്നാൽ സമസ്തയായി നിന്നു പോകണമെന്ന് ജഫ്രി തങ്ങൾ അതുപോലെ ഉമ്മർ ഫൈസി മുഖം തുടങ്ങിയ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ സംഘടന പോകുന്നതും. കാരണം രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട, ലീഗായി പോകട്ടെ എന്നുള്ള നിലപാടാണ്. പക്ഷേ എന്നാൽ ഈ മുസ്തഫിൽ ഫൈസിക്കെതിരായ നടപടി യഥാർത്ഥത്തിൽ ലീഗിൻ്റെ മുഖത്തടിക്കലാണ് എന്നുള്ളതാണ് വ്യാഖ്യാനം. കാരണം അദ്ദേഹം എക്കാലത്തും സമസ്തയ്ക്കകത്ത് ലീഗ് അനുകൂല നിലപാടെടുത്ത ആളാണ്. അദ്ദേഹത്തെയാണ് ഈ അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഇത് ഉയർത്തിക്കൊണ്ട് തന്നെ ഈ ലീഗ് അനുകൂലികൾ യോഗം ചേരാൻ ആലോചിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രശ്നത്തിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക്, അതായത് ഈ സസ്പെൻഷൻ പിൻവലിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനും പ്രതിഷേധിക്കാനുമുള്ള ആലോചന നടക്കുന്നുണ്ട്. അവർ പറയുന്നത് ലീഗിനെ അനുകൂലിച്ചതിൻ്റെ പേരിലാണ് മുസ്തഫിൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളതാണ്. കാരണം കാണിക്കൽ വിശദീകരണം ചോദിക്കാതെയാണ് സസ്പെൻഷൻ എന്നാണ്. പക്ഷേ എന്നാൽ ജഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിശദീകരണം വളരെ കൃത്യമാണ്. കാരണം പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തും വിധത്തിൽ, നേതാക്കളെ അപകീർത്തിപ്പെടുത്തും വിധത്തിലുള്ള പ്രസംഗം നടത്തി. അത് പരസ്യപ്രസംഗമായിരുന്നു. അതിൽ നേരത്തെ വിശദീകരണം ചോദിച്ചിരുന്നു. ആ വിശദീകരണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് നടപടി എന്നുള്ളതാണ്. മാത്രവുമല്ല, സമസ്ത ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിലൂടെ, സുപ്രഭാതത്തിലാണ് വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത്, ഈ ലീഗിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിൽ മാധ്യമങ്ങളാണ് കൂടുതലും ശ്രമിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി സമസ്തയും രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും എസ് കെ എൻ, ഒരു കാര്യം വ്യക്തം, സമസ്തയിൽ ഏതാണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന ഘട്ടത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷേ പരിഹരിക്കപ്പെടുന്നില്ല. ഈ അച്ചടക്ക നടപടി മുന്നോട്ട് വന്നതോടുകൂടി ഈ ലീഗ് വിഭാഗവും അതുപോലെ തന്നെ സമസ്തയിലെ ജഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗവും തമ്മിലുള്ള പിണക്കം കൂടുതൽ മറനീക്കി പുറത്തു വരുന്ന സാഹചര്യമാണ് സ്കേൻ. താങ്ക് യു ദീപക് തർമ്മണം.